കേരള കാത്തലിക് ടീച്ചേഴ്സ് അസോസിയേഷൻ ഗിൽഡിൻ്റെ 69ാമത് സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 7-8 തീയതികളിൽ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ സമ്മേളിക്കുകയുണ്ടായി. അതിൻ്റെ വിശദമായ കാഴ്ചകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിൻ്റെ സംസ്ഥാന സമ്മേളനം 2025 ഫെബ്രുവരി 7 തീയതി വൈകുന്നേരം 5 മണിക്ക് പതാക ഉയർത്തലോടുകൂടി ആരംഭിച്ചു. ഫെബ്രുവരി 8 തീയതി രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ കാത്തലിക് ടീച്ചേഴ്സും പങ്കെടുത്ത വമ്പിച്ച പ്രകടനം തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ നിന്നും ആരംഭിച്ചു. ശേഷം പൊതുസമ്മേളന നഗരിയിൽ എത്തിച്ചേരുകയും സമ്മേളനം ആരംഭിക്കുകയും ചെയ്തു. ഭിന്നശേഷി നിയമനം മൂലം അപ്പോയിൻമെൻറ്റ് പാസ്സാവാതെ ശമ്പളം ലഭിക്കാതിരിക്കുന്ന 16,000-ഓളം വരുന്ന അധ്യാപകർ ഇതിൽ പങ്കെടുത്തു എന്നതു തന്നെയാണ് ഈ സമ്മേളനത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. തൃശ്ശൂർ നഗരത്തെ ആകെ ഇളക്കി മറിച്ചുകൊണ്ടായിരുന്നു പ്രകടനം. ഗതാഗത തടസ്സമുണ്ടാക്കാതെ 10,000-ങ്ങൾ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുവാൻ പ്രകടനത്തിൽ പങ്കെടുത്തു. പതാകയും വർണ്ണക്കുടകളും പട്ടുകുടയും പ്രകടനത്തെ വർണ്ണശബളമാക്കി തീർത്തു. സമ്മേളന നഗരിയിലേക്ക് 10,000-കണക്കിന് വരുന്ന അധ്യാപകർ ഇടിച്ചു കയറുന്ന കാഴ്ചയ്ക്ക് തൃശ്ശൂർ സാക്ഷിയായി. വളരെ ഭംഗിയായ ഒരുക്കത്തോടെയായിരുന്നു തൃശ്ശൂർ അതിരൂപത കേരളത്തിലുള്ള എല്ലാ അധ്യാപകരെയും സ്വീകരിച്ചത്. സമ്മേളനത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന സമ്മേളനത്തിലെ അധ്യക്ഷൻ ശ്രീ ടോം മാത്യു സർ അവരുടെ പ്രതിഭ തെളിയിച്ച അധ്യാപകരെ ഇവിടെ ആദരിക്കുന്ന ഒരു ചടങ്ങുകൂട്ടുണ്ട്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ആലോചിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ മാന്യത മാത്രമല്ല, നമ്മുടെ സംസ്കാരവും നമ്മുടെ മൂല്യങ്ങളും കാണിച്ചുകൊണ്ട് ഇങ്ങനെ നല്ല റാലി നടത്തിയത് മാധ്യമങ്ങളിൽ വരുമില്ലെന്ന് അറിയില്ല. പ്രശ്നം ഉണ്ടെങ്കിലല്ലേ മാധ്യമങ്ങൾ വരുള്ളൂ. എന്തായാലും നിങ്ങൾ മാധ്യമങ്ങളിൽ നിങ്ങൾ തന്നെ ഇത് അറിയിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു റാലി പ്രത്യേകം സാറിന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘടനയ്ക്ക് ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് രാഷ്ട്ര നിർമ്മിതിയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ള സമുദായം ഏതാ? ഏറ്റവും പ്രധാനമായിട്ട് വിദ്യാഭ്യാസ രംഗത്ത്, രണ്ടാമത് ആതുര ശുശ്രൂഷ രംഗത്ത്, മൂന്നാമത് സാമൂഹ്യ സേവന രംഗത്ത്. ഇങ്ങനെ ക്രൈസ്തവ വിദ്യാഭ്യാസ രംഗത്തും ആതുര ശുശ്രൂഷ രംഗത്തും സാമൂഹ്യ സേവന രംഗത്തും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്നത്തെ ഹിന്ദി ഭാഷാ പണ്ഡിതരോട് ചോദിക്കുന്ന ഞാൻ ആ ഭാഷ എന്താകുമായിരുന്നു? മലയാളത്തിന്റെ കാര്യം മാത്രമല്ല, പറഞ്ഞ് മനസ്സിലാക്കിയതനുസരിച്ച് ഏകദേശം നമ്മുടെ സ്ഥാപനങ്ങളിൽ ഏകദേശം 16,000-ഓളം അധ്യാപകർ അല്ലേ? നമ്മുടെ സ്ഥാപനങ്ങളിൽ 16,000-ഓളം അധ്യാപകര്
ഭിന്നശേഷിക്കാരെ 3 പതിറ്റാണ്ടുകളായിട്ട് അവർ അപ്പോയിന്റ്മെന്റ് ശരിയായില്ല എന്ന് പറഞ്ഞ് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും എയ്ഡഡ് സ്ഥാപനങ്ങളിലും ഭിന്നശേഷിക്കാർക്ക് സീറ്റ് മാറ്റിവെച്ചിട്ടും അപ്പോയിന്റ്മെന്റ് ശരിയാകാതെ ഈ വന്നിരിക്കുന്നു. ഞാനിത് ചോദിച്ചോട്ടെ, നിങ്ങൾ അപ്പോയിന്റ്മെന്റ് കിട്ടിയെങ്കിലും അത് ഇപ്പോൾ ദിവസവേതനക്കാരാക്കിയിട്ട് വേദനിക്കുന്ന അധ്യാപകർക്ക് കൈകൊണ്ടിക്കാമോ? അത് റോമ 5:5 പ്രത്യാശ നമ്മെ നിരാശനാക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യാശയുള്ളവരാണ്. ഇത്രയും നാള് നമ്മൾ പ്രത്യേകിച്ച് കത്തോലിക്ക അല്ലെങ്കിൽ ക്രൈസ്തവ ഗ്രൂപ്പിന്റെ മറക്കാതിരിക്കാനും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നിങ്ങളെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തം എന്ന് പറയുന്നത് ഇന്ന് പല അധ്യാപകരും ഭയപ്പാടോടുകൂടെയാണ്. നമുക്കേവർക്കും ഹർഷാനന്ദത്തോടെ ഈ ചരിത്രോജ്വല നിമിഷത്തെ സ്നേഹത്തിന്റെയും നീതിയുടെയും സദ്ഭാവനയുടെയും ഒന്നിപ്പിന്റെയും എല്ലാം ഈ നിമിഷങ്ങളെ ഏറ്റവും സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി ചരിത്ര നിമിഷങ്ങളിൽ സാക്ഷിയാൻ ലഭ്യമായ ഈ അവസരത്തിന് സർവേശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചരിത്ര സംഗമത്തിന് ഈ ചരിത്രോജ്വല നിമിഷങ്ങൾക്ക് നൽകുന്ന ന്യായമെങ്കിലും നിങ്ങൾ അവതരിപ്പിക്കപ്പെട്ട ഈ പ്രമേയം കേട്ടിരുന്ന ഈ ഗവൺമെന്റിന്റെ ബന്ധപ്പെട്ട ചുമതലയുള്ള റവന്യൂ വകുപ്പിന്റെ ആണെങ്കിലും ഈ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട ചുമതലയുള്ള ഒരു മന്ത്രി എന്ന നിലയിൽ തീർച്ചയായും ഈ കാര്യം ബന്ധപ്പെട്ട അധികാരികളോട് അന്വേഷിക്കാം. നിങ്ങളിവിടെ ഉന്നയിച്ച ഈ പ്രമേയത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് പറഞ്ഞ ഈ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയുമായി ഈ ആഴ്ച തന്നെ ആവശ്യമായ ഒരു ചർച്ച നടത്തി അഡ്വക്കേറ്റ് ജനറലുമായി സ്വാഭാവികമായിട്ടും പിതാവ് കൂടി നിർദ്ദേശിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയോ ആരെങ്കിലും ചുമതലക്കാരോ ഈ ബഡ്ജറ്റ് നടക്കുന്ന ദിവസങ്ങൾക്കിടയിൽ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നാൽ ബഹുമാനപ്പെട്ട മന്ത്രിയുമായി കാണാനും ആ കാര്യങ്ങളിൽ ആവശ്യമായ ഒരു വ്യക്തത വരുത്താനും കഴിയുന്ന വിധത്തിലുള്ള ഒരു നടപടിയെടുക്കാൻ നേതൃത്വപരമായ ഒരു പങ്ക് എന്താണ് വരുന്നത് എന്ന് നേരത്തെ അറിയിച്ചാൽ ബന്ധപ്പെട്ട DPI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടെ വിളിച്ചിരുത്തിക്കൊണ്ട് ആ പ്രശ്നം ചർച്ച ചെയ്യാം. സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ചെറു മൂലത്തെയും നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന വിശ്വാസമാണ് നമുക്കുള്ളത്. ഞങ്ങളൊക്കെ ദീർഘകാലം കേരളത്തിന്റെ ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് ശമ്പളം ലഭിക്കാതിരിക്കുന്ന 16,000-ഓളം വരുന്ന അധ്യാപകർ ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഇതിൻ്റെ ഉദ്ഘാടകനായി എത്തിയ കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ രാജൻ അവർകൾ ഇവർക്ക് പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള കുറേ പ്രസ്താവനകൾ നടക്കുകയുണ്ടായി. അടുത്തയാഴ്ച നടക്കുന്ന ചർച്ചയിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ, നിങ്ങൾക്ക് പ്രയോജനപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ഈ ശമ്പളം ലഭിക്കാതിരിക്കുന്ന അധ്യാപകർക്ക് നൽകുകയുണ്ടായി. എന്തായാലും 69ാമത് സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ ഏറെ പ്രതീക്ഷകൾക്ക് വഴിയൊരുക്കി എന്നുള്ളതാണ് സത്യം.